കോട്ടയം തലയോലപ്പറമ്പിൽ സ്വകാര്യ ബസിന്റെ മരണപ്പാച്ചിൽ കാർ യാത്രികർ രക്ഷപ്പെട്ട് തലനാരിഴയ്ക്കാണ്. കോട്ടയം എറണാകുളം റൂട്ടിൽ ഓടുന്ന ആവേമരിയ ബസ്സാണ് മരണപ്പാച്ചിൽ നടത്തിയത്. ടോബി ജോൺസൺ വിശദാംശങ്ങളുമായി കോട്ടയത്ത് ചേരുന്നു. ടോബി, ഈ സ്വകാര്യ ബസിന്റെ മരണപ്പാച്ചിലുമായി ബന്ധപ്പെട്ട് നിരന്തര വാർത്തകളാണ് വരുന്നത്. അതിനിടയ്ക്ക് ഒരു അപകട വാർത്ത കൂടി വരുന്നു. എന്നാൽ രക്ഷപ്പെട്ട തലനിരയിലേക്കാണ് ബസ് വന്നത്. നമ്മൾ കണ്ടതാണ്. എല്ലാ സൈഡും റോഡ് മുഴുവൻ കവർ ചെയ്താണ് ബസിന്റെ മരണപ്പാച്ചിൽ. എന്താണ് വിശദാംശങ്ങൾ? പോലീസ് നടപടി ഉണ്ടായിട്ടുണ്ടോ? സുഹൈൽ, തീർച്ചയായിട്ടും ഇത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഈ റൂട്ടിലുള്ള സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിലിനെ കുറിച്ച് മുൻപും നമ്മൾ വാർത്ത ചെയ്തിട്ടുള്ളതാണ്. നിരവധി പരാതികൾ ഉയരുന്ന ഒരു വഴിയാണ്. എന്നിട്ടും ഇതൊന്നും നോക്കാതെ വീണ്ടും വീണ്ടും അത്തരത്തിലുള്ള റാഷ് ഡ്രൈവിംഗ് ഈ ഡ്രൈവർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് നമുക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല. ഈ സംഭവം നടന്നത് വെട്ടിക്കാടാണ്. തലയോലപ്പറമ്പ് വെട്ടിക്കാട് മുക്കിലാണ് ഈ സംഭവം നടന്നത്. കൊല്ലത്ത് നിന്ന് എയർപോർട്ടിലേക്ക് എറണാകുളത്തേക്ക് പോവുകയായിരുന്നു ഒരു സ്വിഫ്റ്റ് കാർ. ആ സ്വിഫ്റ്റ് കാർ ഈ വെട്ടിക്കാട് മുക്കിലെത്തിയപ്പോൾ എതിർദിശയിൽ നിന്നും ഒരു ടിപ്പർ ലോറി വരുന്നുണ്ടായിരുന്നു, ടാങ്കർ ലോറി വരുന്നുണ്ടായിരുന്നു. ആ ടാങ്കർ ലോറിയെ മറികടക്കുന്നതിന് വേണ്ടി ഓവർടേക്ക് ചെയ്യാൻ പാടില്ലാത്ത റോഡിൽ അതിവേഗത്തിൽ ഓവർടേക്ക് ചെയ്ത് ഈ കാറിന് മുന്നിലേക്ക് ആ ബസ് വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഉടൻ തന്നെ ആ ഡ്രൈവർ വെട്ടിച്ച് സൈഡിലേക്ക് മാറ്റുന്നു. അങ്ങനെ റോഡ് സൈഡിലുണ്ടായിരുന്ന പോസ്റ്റിൽ ചെന്ന് ഈ കാർ ഇടിച്ചു നിൽക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഇത്തരത്തിലുള്ള ക്രോസിംഗുകൾ റോഡിന്റെ നടുക്ക് വെള്ളവര മുറിയാതെ വരച്ചിട്ടുണ്ട്. അവിടെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ലെന്നുള്ള കൃത്യമായിട്ടുള്ള നിർദ്ദേശമുണ്ട്. ആ ട്രാഫിക് നിയമം പൂർണ്ണമായും ലംഘിച്ചുകൊണ്ടാണ് അമിത വേഗതയിൽ ഇത്തരത്തിലുള്ള ഒരു റാഷ് ഡ്രൈവിംഗ്, ഒരു മരണപ്പാച്ചൽ ഈ സ്വകാര്യ ബസ് ആവേമരിയ എന്ന് പറയുന്ന സ്വകാര്യ ബസ് നടത്തിയിരിക്കുന്നത്. എന്തായാലും ഈ കൊല്ലം സ്വദേശികളായിട്ടുള്ള വ്യക്തികൾ ഇപ്പോൾ തലയോലപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട്. അവർ പരാതി നൽകുമെന്ന് തന്നെയാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇന്ന് രാവിലെ ഏകദേശം 10:30 കൂടിയാണ് ഈ സംഭവം നടന്നത്. എന്തായാലും കർശന നടപടികൾ ഈ ഒരു റൂട്ടിൽ വേണ്ടതാണ്. അമിത വേഗത്തിലുള്ള ബസ്സുകളുടെ മരണപ്പാച്ചിൽ അത് യാത്രക്കാർക്കും ഒരുപോലെ തന്നെ ആ വഴിയിലൂടെ പോകുന്ന മറ്റ് വാഹനങ്ങൾ ഓടിക്കുന്നവർക്കും എല്ലാം തന്നെ ഭീഷണിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സുഹൈൽ.